നമസ്കാരം, വെൽക്കം ടു സൂപ്പർ റോഡ്സ്. മക്കളെ, SSC CGL കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് SSC വന്നിട്ടുള്ളത്. ചെയർമാന്റെ ഒഫീഷ്യൽ മെസ്സേജിങ്ങുകൾ ഉണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. പല മാറ്റങ്ങളോട് കൂടിയിട്ടാണ് SSC CGL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ എക്സാം പാറ്റേൺ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് കുട്ടികൾ കാത്തിരുന്ന, വരുമോ എന്ന് പേടിച്ചിരുന്ന ഒരു മാറ്റമാണ്. അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേക്കൻസികളുടെ കേസിൽ, പുതിയ പോസ്റ്റുകളുടെ കേസിലൊക്കെ മാറ്റമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റം എന്ന് പ്രതീക്ഷിക്കാം. 12,000-ലധികം വേക്കൻസികളോട് കൂടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. മക്കളെ നോക്കിയേ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങാവുന്നത് 21/5/2026 തൊട്ട് 22/6/2026 വരെയാണ്. ഒരു മാസം, ജൂൺ മാസം 22 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 29/6/2026 തൊട്ട് 1/7/2026 വരെയാണ്. ജൂലൈ മാസം 1-ാം തീയതി വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇനി നോക്കിയേ, ഇതിന്റെ ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഉണ്ടോ. ടയർ 1 എക്സാമിനേഷൻ ആണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 ആണ്. 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്കാണ് ടയർ 1 എക്സാം നടക്കാൻ പോകുന്നത്. അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുള്ളത് നോക്കിയ മക്കളെ, ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എങ്കിലും, അല്ലെ പറഞ്ഞിരിക്കുന്നെങ്കിലും, ഓഗസ്റ്റിന്റെ ഒരു സെക്കൻഡ് വീക്ക് തൊട്ട് തന്നെ എക്സാമിനേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് തൊട്ട് തന്നെ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. ടയർ 2 ആണെങ്കിലോ അത് ഡിസംബർ 2026 സമയത്തേക്കാണ് ടയർ 2 നടക്കാനായിട്ടുള്ള സാധ്യത. 2026 ഡിസംബർ മാസം. അപ്പോൾ 2026 കൂടി എക്സാമുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനി ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, പോസ്റ്റുകളിൽ ലെവൽ 8 പോസ്റ്റുകൾ തിരികെ വരുന്നു എന്നുള്ളതാണ്. 2023 ശേഷമാണ് ടയർ 8 അല്ലെങ്കിൽ ലെവൽ 8 പോസ്റ്റുകൾ തിരികെ വരുന്നത്. 47,600 ബേസിക് പേ വരുന്ന പോസ്റ്റുകളാണ്. ഇതിന്റെ പ്രത്യേകത, 3 പോസ്റ്റുകളുണ്ട്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ. ഈ 3 പോസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് തിരികെ വരുന്നത്. 2023 ശേഷം ഇത് തിരികെ വരികയാണ്. ഇത് 3ഉം ഗ്രൂപ്പ് ബിയിലെ ഗസറ്റഡ് പോസ്റ്റുകളാണ്. അതാണ് പ്രത്യേകത. 3ഉം എന്താണ്? ഗസറ്റഡ് പോസ്റ്റുകളാണ്. ബാക്കിയുള്ളതൊക്കെ നോക്കിയേ, ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. പക്ഷെ എന്തല്ല, ഗസറ്റഡ് അല്ല, നോൺ ഗസറ്റഡ് ആണ്. പക്ഷെ ഈ 3 പോസ്റ്റുകളും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് സെൻട്രൽ കേഡർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ആയിക്കോട്ടെ, ഇതെല്ലാം എന്തായിട്ട് വന്നിരിക്കുകയാണ്? ഗസറ്റഡ് പോസ്റ്റുകളായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ 3ന്റെയും ഏജ് ലിമിറ്റ് നോക്കിയേ, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 18-നും 30-നും ഇടയിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1500-ഓളം വേക്കൻസികൾ ഈ ഭാഗത്ത് മാത്രമുണ്ട്. ഈ ഗസറ്റഡ് പോസ്റ്റുകളിൽ മാത്രം ഏതാണ്ട് 1500-ഓളം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി ലെവൽ പേ ഒക്കെ 7 ഒക്കെ പഴയത് തന്നെയാണ്. 44,900 വരുന്ന ലെവൽ 7 പോസ്റ്റുകളെല്ലാം സെയിം ആണ്. കണ്ടോ, 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. 18 വയസ്സ് 30 വയസ്സുണ്ട്. അങ്ങനെ പല ഏജ് കാറ്റഗറിയിലുള്ള പോസ്റ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാവുന്നതാണ്. ഇവിടെയൊക്കെ ലെവൽ 6 വരുന്നുണ്ട്. അവിടെയും ഏജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ലെവൽ സി പോസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സി പോസ്റ്റുകൾ വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകൾ. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ്. ആദ്യത്തെ 3 ലെവൽ 8 പോസ്റ്റുകളാണ് 2023 ശേഷം വീണ്ടും എന്ത് ചെയ്തിട്ടുള്ളത്? തിരികെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനിയും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഈ കാര്യമൊക്കെ നമുക്കറിയാം. വേറെ സംഭവമൊന്നുമില്ല. ഇവിടെ ഏജ് ലിമിറ്റ് നോക്കിയാൽ 1/8/2026 ആണ്. അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഓഗസ്റ്റ് 1 പ്രകാരമാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓഗസ്റ്റ് 1 പ്രകാരമാണ് അത് ഓർത്ത് വെച്ചേക്കുക. 18 വയസ്സിനും 27 വയസ്സുമാണ് ഏജ് കാറ്റഗറി എങ്കിൽ 2/8/1999-നും 1/8/2008-നും ഇടയിൽ ജനിച്ച ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണെങ്കിൽ 2/8/1999-നും 1/8/2018-നും ഇടയിൽ ജനിച്ച ആളുകൾ, 2008-നും ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു കാര്യം വരുന്നത്, ഈ ഫൈനൽ ഇയർ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മക്കളെ, നിങ്ങളുടെ റിസൾട്ട് ഈ പറയുന്ന 1/8/2026 മുമ്പ് 1/8/2026 മുമ്പ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്നില്ല. ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 1/8/2026 മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കാര്യം കൂടി ഓർത്ത് വെച്ചോണേ. ഇനി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആണെങ്കിലോ 2/8/1996-നും 1/8/2006-നും ഇടയിൽ ജനിച്ച ആളുകൾക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സ് 30 വയസ്സുമാണെങ്കിൽ 2/8/1996-നും
1/8/2008 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 18 വയസ്സിനും 32 വയസ്സിനും ഇടയിലാണെങ്കിലോ 2/8/1994 1/8/2008 ഇടയിൽ ജനിച്ച ആളുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതൊക്കെ എന്താണ്, പഴയതുപോലെ തന്നെയാണ്, മാറ്റമൊന്നും ആ മേഖലകളിൽ വന്നിട്ടില്ല. ഇനി ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുള്ളത് എവിടെയാണെന്ന് അറിയാമോടാ? അത് ഇവിടോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയാൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കും വേക്കൻസിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം കുറേ അധികമുണ്ട്. ബാക്കിയെല്ലാ പോസ്റ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റീജിയണൽ ലാംഗ്വേജ് കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് നോക്കേണ്ടി വരും. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡർ ആണെങ്കിലോ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ബാച്ചിലർ ഡിഗ്രി മാത്രമാണ് പറയുന്നത്. ഇതൊക്കെ ലെവൽ 8 പോസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ബാച്ചിലർ ഡിഗ്രിയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ റീജിയണൽ ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിലും എന്താ, ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് പറയുന്നത്. ഇനി ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ 12th മാത്തമാറ്റിക്സ് 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. ആ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർ ആണെങ്കിലും ബാച്ചിലർ ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡെമോഗ്രഫി, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഓപ്പറേഷൻ റിസർച്ച്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡേറ്റാ സയൻസ് പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പോസ്റ്റുകൾ പഠിച്ച ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ബാച്ചിലർ ഡിഗ്രിയാണ്. ഓക്കെ, മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കാം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ക്വാളിഫിക്കേഷൻ 1/8/2026 മുമ്പ് കംപ്ലീറ്റ് ആവണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനിയും ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേക്കൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ ആയിരിക്കും. ഇതൊക്കെ പഴയത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സ്ത്രീകൾക്ക് ആപ്ലിക്കേഷൻ അപേക്ഷിക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ട, ഫീസ് കൊടുക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നുണ്ട്. എക്സാം സെൻറ്ററുകൾ കേരളത്തിലുള്ള എക്സാം സെൻറ്ററിൻ്റെ കേസ് പറയുന്നുണ്ട്. കേരളത്തിലുള്ള എക്സാം സെൻറ്റർ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേരളത്തിലുള്ള എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത്. കേരളത്തിലുള്ള എക്സാം സെൻറ്ററുകൾ എവിടെ അതാ കിടക്കുന്നുണ്ടോ, എറണാകുളം, കൊല്ലം, കോട്ടയം, അതേപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കവരത്തി, ഇതൊക്കെ എന്താണ്, എക്സാം സെൻറ്ററുകളാണ്. ഈ എക്സാം സെൻറ്ററുകളിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുകൂടി എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കാം. 2 സ്കീമുകളാണ്, 2 ടയറുകളാണുള്ളത്. ടയർ 1, ടയർ 2, 2 ടയറുകളാണുള്ളത്. ഇതൊക്കെ പഴയതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ മാറ്റം വന്നിരിക്കുന്നത് ഇവിടെയാണ്, സമയത്തിലാണ്. 4 സെക്ഷൻ തന്നെയാണ്. എക്സാം പാറ്റേൺ നോക്കുമ്പോൾ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് ഫസ്റ്റ് സെക്ഷൻ. 25 ചോദ്യമുണ്ട്, 50 മാർക്കാണ്, 2 മാർക്ക് വീതമാണ്. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 0.5 ആണ് നെഗറ്റീവ് വരുന്നത്. ഇതൊക്കെ സെയിം ആണ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ചോദ്യങ്ങൾ 50 മാർക്ക്. പക്ഷേ മാറ്റം വന്നിരിക്കുന്ന സമയത്തിലാണ്. ആകെ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ മക്കളെ, ഈ 1 മണിക്കൂറിൽ 15 മിനിറ്റ് വീതം ഓരോ സെക്ഷനുകളാക്കി മാറ്റിയിട്ടുണ്ട്. പഴയതുപോലെയല്ല, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം, ബാക്കിയുള്ളതിന് കുറച്ച് കൊടുത്താൽ മതി, അങ്ങനെയൊന്നുമില്ല. 15 മിനിറ്റ് വീതം ഓരോ സെക്ഷനും മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അതിന് 15 മിനിറ്റ് ഉണ്ട്, ആ 15 മിനിറ്റ് അത് ചെയ്തേ പറ്റുള്ളൂ. അടുത്തത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അതിന് 15 മിനിറ്റ് ഉണ്ട്, ആ 15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അത് തീരുക. ജനറൽ അവയർനെസ് 15 മിനിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ 15 മിനിറ്റ് ആയിട്ട് സെക്ഷനിൽ കൊണ്ടുവന്നു. നമ്മൾ ടയർ 2 വരുമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ അത് ടയർ 1 തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ടയർ 1 തൊട്ട് തന്നെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതം സമയമുണ്ട്. ആ സമയം കഴിഞ്ഞു മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കാം. ഇനി നിങ്ങൾ സ്ക്രൈബിനെ വെച്ചാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് വീതമായിരിക്കും കിട്ടുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനിയും ടയർ 2 വരുമ്പോഴോ അവിടെയും ഈ മാറ്റം കാണാം. ടയർ 2 2 സെക്ഷനാണ്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. പക്ഷേ ഓരോ സെക്ഷനിലും മാറ്റമുണ്ട്. സെക്ഷൻ 1 നോക്കിയേ, സെക്ഷൻ 1 1 മണിക്കൂറാണ് സമയം. അവിടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസും മാത്രമാണ് സബ്ജക്റ്റുകളുള്ളത്. ഓരോ സബ്ജക്റ്റിനും 30 മാർക്ക് വീതം. മാത്തമാറ്റിക്സിന് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 മിനിറ്റ്. ഈ 30 മിനിറ്റ് വീതമായിരിക്കും സെക്ഷൻസിനെ തിരിച്ചിട്ടുണ്ടാവുക. അതായത് സാധാരണഗതിയിൽ റീസണിങ്ങിന് കുറച്ച് സമയം കൊടുത്തിട്ട് മാത്സിന് കൂടുതൽ സമയം എടുക്കും.
പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല. അരമണിക്കൂർ റീസണിങ്ങിനാണ്, അരമണിക്കൂർ മാത്സിനാണ്. അത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. CBT അങ്ങനെയായിരിക്കും സെറ്റ് ചെയ്ത് വരിക. ഇത് തന്നെയാണ് പേപ്പർ 2 വരുന്നത്. അതിൽ സെക്ഷൻ 2 വരിക. അവിടെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും ജനറൽ അവയർനെസ്സും ആണുള്ളത്. അവിടെ വരുന്ന സമയം ഇങ്ങനെയാണ്: 40 മിനിറ്റ് ഇംഗ്ലീഷിനും 20 മിനിറ്റ് GKക്കും. അങ്ങനെയാണ് വരിക. 40 മിനിറ്റ് റീസണിങ്ങിനും 20 മിനിറ്റ് GKക്കും. ആ രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. ഈ രീതിയിലുള്ളൊരു മാറ്റം സമയത്തിന്റെ കേസിലും വന്നിട്ടുണ്ട് എന്നുള്ള, ബാക്കിയെല്ലാം സെയിം ആണ്, ബാക്കിക്കൊന്നും മാറ്റമില്ല. ഈ രീതിയിലുള്ളൊരു മാറ്റം സമയത്തിന്റെ കേസിലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് വിട്ടുപോകരുത് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി ഇവിടെ സിലബസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സിലബസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു സെക്ഷനിൽ പരിശോധിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവിടെ വേക്കൻസി സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വേക്കൻസിയുടെ കേസിൽ 12,256 വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ്. ഇനി കൂടാം. അപ്പോൾ ഈ വേക്കൻസികളിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല വേക്കൻസികൾ, ഒരു 1500ഓളം വേക്കൻസികൾ ലെവൽ 8ലും വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ മക്കളെ, നന്നായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു സമയം, ഒരു 2 മാസമുണ്ട്. നമ്മുടെ SSC CGL ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. SSC CGL ക്രാഷ് ബാച്ച്, അത് വീര എന്നാണ് ആ ബാച്ചിൻ്റെ പേര്. ഈ ബാച്ചിനകത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരിക. അതേപോലെ തന്നെ A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് ഉണ്ടായിരിക്കും. ഡെയിലി ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സാംസ് ചെയ്യാനായിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ വീക്കിലി എക്സാമുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടുണ്ടാവും. ഇനിയും അതും പോരാഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് മെന്റർ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാവും. മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കോൾ ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കോൾ ചെയ്യാം. ആ രീതിയിലുള്ള ക്രമീകരണം ഉണ്ടായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, SSC CGL ക്രാഷ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളാം. ഇല്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന പേരിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ കയറുമ്പോൾ SSC CGL ക്രാഷ് ബാച്ച് കാണാൻ പറ്റും. അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281-223366 ഈ നമ്പറിലോട്ട് വിളിച്ചോ കേട്ടോ. 8281-223366 ആ നമ്പറിലോട്ട് വിളിച്ചോ. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. നമുക്ക് ക്ലാസ്സിൽ കാണാൻ മറക്കണ്ട. ബാക്കി ഓരോ കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിന് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എന്താണ് സിലബസ്, ഈ കാര്യങ്ങളെല്ലാം ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.